ഇപ്പൊ പൗലോസ് പറയുക, അതായത് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി, എന്നെ വിളിച്ച് എനിക്ക് ശക്തി നൽകി, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയിലാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് പറയാ, ഞാൻ വിശ്വസ്തനാകുന്നതിന് മുമ്പ്, ശുശ്രൂഷയിൽ വരുന്നതിന് മുമ്പ്, ശക്തി കിട്ടുന്നതിന് മുമ്പ് പൗലോസ് പറയാ, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, ദൈവത്തെ ദുഷിക്കുന്ന ആളായിരുന്നു, ദൈവമക്കളെ ദൈവദാസന്മാരെ ദുഷിക്കുന്ന ആളായിരുന്നു, ഉപദ്രവിക്കുന്ന ആളായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. അടുത്ത വാക്യം, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എന്താ നമുക്ക് പഠിക്കേണ്ട പാഠം? അതായത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, കർത്താവിനറിഞ്ഞതിന് മുമ്പ് ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ മുഴുവൻ പാവങ്ങളെയും എന്ന് യേശു രക്ഷകനും കർത്താവും ഞാൻ സ്വീകരിച്ചോ അന്നെല്ലാം കർത്താവ് ക്ഷമിച്ചു. അത് വിശ്വസിക്കണം. ഇല്ലേ കുഴപ്പമെന്നറിയോ? പ്രാർത്ഥിക്കാൻ പറ്റില്ല. ശരിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കിരിക്കുമ്പോൾ ഈ സാധനം പൊങ്ങി വരും. നീ ഒന്നും പ്രാർത്ഥിക്കാൻ യോഗ്യനൊന്നും അല്ല, നീ എന്തെല്ലാം പരിപാടി ചെയ്ത ആളാണ്, നീയാണോ സ്വോത്രം പറയുന്നത്? വാ അടയ്ക്ക്, ഇതങ്ങ് എഴുന്നിട്ടൊന്ന് പറയും. നമ്മൾ അസ്വസ്ഥമാകും. വിശ്വസിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട നിമിഷം എൻ്റെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാവങ്ങളെയും കർത്താവ് ക്ഷമിച്ചിരിക്കുകയാണ്.